എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്, ഫലൂദ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഫലൂദ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് സേമിയ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം ഇതിനകത്ത് വെള്ളം ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് ഊറ്റിക്കളയുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് റോസ് സിറപ്പ് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കാർഡ് കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച പാല് ഞാൻ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സേമിയൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോസിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു 4-5 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഞാൻ ചേർക്കുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ അത് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും പിസ്തയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ചും കൂടി റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്